10 വർഷക്കാലത്തെ കെടുതി ജനങ്ങൾ മടുത്തുവെന്നും UDF വലിയ ആത്മവിശ്വാസത്തിനെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോട്. UDF അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് ഇന്ദിരാ ഗ്യാരണ്ടി കാർഡുകളിലൂടെ ജനങ്ങളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. വ്യക്തമായ പ്ലാനിംഗ് നടത്തിയാണ് UDF പോരാട്ടത്തിന് ഇറങ്ങിയതെന്നും KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. നമ്മുടെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻവർ സാദത്തിന്റെ കൂടെ ഇപ്പോഴത്തെ പ്രചരണ പരിപാടിയിൽ KC വേണുഗോപാലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി കാർഡുകളാണ്. അത് ഓരോ വീടുകളിലും ചെന്ന് അതിന്റെ എത്രത്തോളം അതിന്റെ പ്രാധാന്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം വിജയകരമാകുമെന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കേവലം നിഷേധാത്മകമായ മുദ്രാവാക്യമായിട്ടല്ല നിൽക്കുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണോ ആ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ളത് ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് വനിതകൾക്ക്, സ്ത്രീകൾക്കാണ്. അപ്പോൾ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളായിട്ടുള്ള സഹോദരിമായിട്ടുള്ള സ്ത്രീകളടക്കം എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ്. ഇപ്പോൾ രാജസ്ഥാനിൽ നിങ്ങൾ പോയാൽ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അവിടെ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലും, എത്ര ഉന്നതമായ പ്രൈവറ്റ് ഹോസ്പിറ്റലും, ഹാർട്ട് സർജറി കഴിഞ്ഞാലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാലും ബില്ല് രഹിത ആശുപത്രികളാണ് അവിടെ. രോഗിക്ക് ബില്ല് കൊടുക്കേണ്ട കാര്യമില്ല, ഗവൺമെൻറ് നേരിട്ട് കൊടുക്കും. 25 lakhs വരെ ഇൻഷുറൻസാണ്. ഞങ്ങളിവിടെ അതേ സ്കീം റിപ്പീറ്റ് ചെയ്യുകയാണ്. 25 ലക്ഷം രൂപ വരെ ഒരു പാവപ്പെട്ടവന് സർജറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്കീമാണ്. മൂന്നാമത്തെ, നമ്മളെ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു സ്കൂളിൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉച്ചനേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുണ്ട്, ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഫീസ് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. അവർക്ക് 1000 രൂപ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഞങ്ങളുടെ ഗ്യാരണ്ടി. നാലാമത്തെ ഗ്യാരണ്ടി, 5 ലക്ഷം രൂപ വെച്ച് ചെറുപ്പക്കാർക്ക് നമ്മുടെ ആളുകൾക്ക് പലിശരഹിത വായ്പ കൊടുത്ത് അവരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും പ്രോത്സാഹനവും ഒക്കെ കൊടുത്ത് മാസീവായിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാനുള്ളതാണ്. അഞ്ചാമത്, ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് 3000 രൂപയായിരിക്കും. എല്ലാ ക്ഷേമ പെൻഷനുകളും ഇനിയുള്ള മാസങ്ങളിൽ 3000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കും, വയോജന വകുപ്പും കൊടുക്കും. ഈ ഗ്യാരണ്ടികളുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും ഇന്ന് വീടുകളിൽ കയറി ഇത്തരം ഗ്യാരണ്ടികൾ വോട്ട് കൊടുക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ 10 വർഷക്കാലത്തെ കെടുതി ജനങ്ങൾ മടുത്തു. ഈ ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെൻറ്റാണ്. ദൂർത്ത് മാത്രമാണ് അവിടെ. 5 ലക്ഷം കോടിയോളം കടം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കെട്ടിവെച്ച ഗവൺമെൻറ്റാണ്. എന്നിട്ടോ ദൂർത്തും സ്വജനപക്ഷപാതമാണ് അവർ നടത്തുന്നത്. അപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരമുണ്ട്. ആ ജനവികാരം പ്രതിഫലിക്കും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ ആ ജനവികാരത്തിൽ മാത്രം ഊന്നിയല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഞങ്ങൾ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി. കേരളത്തിലെ ഖജനാവിന് ഇത് തികയുമോ? അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ്. ഇത് ഒന്ന് ഇൻഷുറൻസ് പദ്ധതിയാണ്, കൃത്യമായിട്ട് ഇൻഷുറൻസ് അത് ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ്. മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. ഖജനാവ് വരെ മുടിച്ച് നാനാവിധമാക്കിയിട്ടുണ്ട്. അത് നന്നാക്കലാണ് ഞങ്ങളുടെ ജോലി. ശരി. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി കാർഡുകളിലൂടെ അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സ്വാതി കൃഷ്ണനൊപ്പം ആൻമരിയ സണ്ണി, 24.